ലൂക്കയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. ജനക്കൂട്ടം നിമിത്തം തളർവാദ രോഗിയെ ഈശോയുടെ അടുക്കിലേക്ക് ഇറക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ പക്കലേക്ക് ഇറക്കി. അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി. നിസ്സാരമായ ഒരു ജോലിയാണെന്ന് ചിന്തിക്കരുത്. ഒരു തളർവാദ രോഗിയെ പുരമുകളിലേക്ക് കൊണ്ടുപോവുകയാണ്, അവിടെ ഓടിളക്കുകയാണ്, മാറ്റി ഈശോയുടെ പക്കലേക്ക് ഇറക്കുന്നു. സ്വാഭാവികമായൊരു ചോദ്യം, ജനക്കൂട്ടം നിമിത്തം മുമ്പിലേക്ക് അടുക്കാൻ പറ്റാത്ത ഈ മനുഷ്യർ ഈശോയുടെ കൃപയിൽ വിശ്വസിച്ചിരുന്നു എന്നതുകൊണ്ടല്ലേ അവർ ഇത്രയും ത്യാഗമെടുക്കാൻ കാരണം? ഈ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ അവൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നാൽ ഇവൻ്റെ ജീവിതത്തിൽ പരിഹാരമുണ്ടാവുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചതുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളൊക്കെ അവരെ സംബന്ധിച്ച് മുൻപോട്ട് പിടിച്ചു കയറാനുള്ള ചവിട്ടുപടികളായി മാറുകയാണ്. ജീവിതത്തിൽ ഈശോയെ കണ്ടുമുട്ടാൻ അനേകം പ്രതിസന്ധികളുണ്ടാകാം. ഒരുപക്ഷെ മുൻപോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ വഴിമുടക്കികളായ ചില വിഷയങ്ങളുണ്ടാകാം. പക്ഷേ ഈ വഴിമുടക്കികളായ വിഷയങ്ങളെ, കീറാമുട്ടികളെന്ന് നമ്മൾ തോന്നുന്ന വിഷയങ്ങളെ ചവിട്ടുപടികളായി നമ്മൾ മാറ്റുന്നതിലാണ് കൃപയനുഭവം ഇരിക്കുന്നത്. സാത്താൻ ഒരുപക്ഷെ നിനക്ക് മുമ്പേ മുൻപോട്ട് അവനെ അടുക്കാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോഴും നീ പകച്ചു പിന്മാറാതെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും, അത് വീടായിക്കൊള്ളട്ടെ, അത് പുരമുകളിലായിക്കൊള്ളട്ടെ, അത് ജനക്കൂട്ട നടുവിലായിക്കൊള്ളട്ടെ, അവനിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകളുണ്ട് എന്നതുകൊണ്ട് പിന്മാറി നിൽക്കാതെ ആ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി തമ്പുരാൻ്റെ മുമ്പിൽ എത്താനുള്ള കൃപയുടെ ഒരു തീരുമാനം ഈ മണിക്കൂറിൽ എടുക്കുമ്പോഴാണ് നമ്മളും അവരുടെ വിശ്വാസം കണ്ട് സ്വർഗം അവരിൽ ഇടപെട്ടു എന്ന വചനം നിൻ്റെ ജീവിതത്തിലും അന്വർത്ഥമാകുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.